വിശുദ്ധ സ്ഥലത്തെ ഇടതുവശത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് സ്തോത്രം നിലവിളക്ക്. വലതുവശത്തേക്ക് നോക്കുമ്പോൾ ദ ടേബിൾ ഓഫ് ദ ഷോ ബ്രെഡ്, കാഴ്ചയപ്പത്തിന്റെ മേശ. വിശുദ്ധ സ്ഥലത്ത് ടാബർനാക്കിളിൽ സ്തോത്രം സമാഗമന കൂടാരത്തിൽ ഒരാഴ്ച ഈ അപ്പം ഇരിക്കണം. ഒരാഴ്ച ഈ അപ്പം ഇരുന്നിട്ട് സ്തോത്രം അതെന്നാണോ മാറ്റുന്നത്, സാറ്റർഡേ ആ ശബത്ത് ദിവസം മാറ്റുമ്പോൾ അത് പുരോഹിതന്മാർക്ക് കൊടുക്കണം. ഒരാഴ്ച അത് ദൈവസന്നിധിയിൽ ഇരുന്നിട്ടാണ് അത് പുരോഹിതൻ കഴിക്കേണ്ടത്. ഒരാഴ്ച ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നതായിരിക്കണം ഞായറാഴ്ച പുൽപ്പിറ്റിൽ നിന്ന് പറയേണ്ടത്. ഹല്ലേലൂയ. ഏതോ ഡിക്ഷണറി അല്ല, ഏതോ സ്തോത്രം അക്ഷരമല്ല. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. വിശുദ്ധ സ്ഥലത്തൊരു പ്രകാശമുണ്ട്. നേരത്തെ പറഞ്ഞതായ സ്തോത്രം ആ കതിര വിളക്കിൻ്റെതായ പ്രകാശം കിടക്കുകയാണ്. ആ ലാമ്പ് സ്റ്റാൻഡിന്റെ വെളിച്ചം ഈ അപ്പത്തിന്മേൽ കിടക്കുകയാണ്. ഈ വചനത്തിന്മേൽ ഇതിനെ എഴുതിയ പരിശുദ്ധാത്മാവിന്റെ പ്രകാശം വീഴുമ്പോഴാണ് അത് റെവലേഷനായി പുറത്തു വരുന്നത്. അല്ലാതെ ഹല്ലേലൂയ കോപ്പി പേസ്റ്റ് അല്ല നിന്നെ വിടുവിക്കുന്നത്, നിന്നെ പണിയുന്നത്, നിന്റെ ചോദ്യത്തിന് ഉത്തരം തരുന്നത്, ദൈവം എന്നെ തൊട്ടു എന്ന് പറയുന്നത്, ദൈവം എന്നോട് സംസാരിച്ചു എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ വെളിച്ചം വീണതായ വചനത്തിന് മാത്രമേ ജനത്തെ തൊടുവാൻ കഴിയത്തുള്ളൂ.